വിദ്യാസാഗർ, നമുക്ക് ഇതിനെ പറ്റിയ ആള് കോഴിക്കോട് തന്നെ ഇരിക്കുന്ന സുഭാഷ് ബാബു സാറുണ്ട്. സാറിനറിയാലോ. അല്ല, സാറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സാറ് റിട്ടയർ ചെയ്തെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ് സുഭാഷ് ബാബു സാർ. എന്തായാലും വിദ്യാസാഗർ പറഞ്ഞതുപോലെ ഇതിനകം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ സാർ? കാരണം അസാധാരണമായ ഒരു കൂട്ടായ്മ അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം കേരള പോലീസ് ആക്ടിൽ, പഴയ ആക്ടിൽ 21A എന്ന് അത് പിന്നീട് ചേർത്തതാണ്. കാരണം അത് പ്രധാനമായിട്ടും ഈ RSS ട്രെയിനിങ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വയലാറിന് ഹോം മിനിസ്റ്റർ ആയ സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ 21A എന്ന് പറയുന്ന വകുപ്പ് അതിനകത്പ്പെടുത്തിയത്. പക്ഷെ പുതിയ പോലീസ് ആക്ടിൽ 73ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ എക്സർസൈസ് ഒരു ഗ്രൂപ്പ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ ഡിഫൻസിനോ ഉള്ള ശാരീരികമായ അഭ്യാസങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പെർമിറ്റോട് കൂടിയിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് പോലീസ് ശ്രദ്ധിക്കുകയും പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് ഏത് സമയത്തും അവിടെ ആ ക്യാമ്പിലും അല്ലെങ്കിൽ ട്രെയിനിങ് സ്ഥലത്തും പോയി പരിശോധിക്കാനുള്ള അധികാരമുണ്ട്, പരിശോധിച്ചിരിക്കണം എന്നുള്ള നിയമമുണ്ട്. അത് 73ാമത്തെ വകുപ്പിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇത് അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. പോലീസ് ഇത് അറിയണം. അത് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, പോലീസ് അന്വേഷിച്ചതിന് ശേഷം പോലീസ് ഞങ്ങള് പെർമിഷൻ ചില സ്ഥലങ്ങളിൽ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ടാവും. അത് എവിടെ തുടങ്ങിയാലും വേണം. അല്ലാണ്ട് ഇത് വരണം മലപ്പുറത്ത് തുടങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വടകര തുടങ്ങി, ബാലുശ്ശേരി തുടങ്ങി, ഈ സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ എവിടെ ആയാലും ശരി, അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ പോലീസ് അറിഞ്ഞിരിക്കണം, പോലീസ് ആ സ്ഥലം നിരീക്ഷിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് പോലീസ് അറിയില്ലെന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നും പോലീസ് അതിനെ സംബന്ധിച്ചിട്ട് രേഖകളൊന്നും സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നിയമരഹിതമായ കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അപ്പൊ അതുകൊണ്ട് അറിയില്ല എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അറിഞ്ഞിരിക്കണം, നിയമപരമായിട്ട് അവരുടെ ബാധ്യതയാണ് എന്നുള്ളത് നമുക്ക് ഈ നിയമത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇങ്ങനെയുള്ള ട്രെയിനിങ് നടക്കുന്ന അവസരത്തിൽ എന്താണുള്ളത് എന്ന് പറയാം. കാരണം ഇതേമാതിരിയുള്ള സംഘങ്ങളിൽ നേരത്തെ ഉണ്ടായ നമ്മളിപ്പോ നേരത്തെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഏത് തീവ്രവാദ സംഘടന ഉണ്ടാകുമ്പോഴും ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ ആകർഷിക്കാൻ ഉതകുന്ന വിമർശനങ്ങളില്ലാത്ത മതനിരപേക്ഷമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുത്ത് പ്രത്യേകമായി ഒരു കുറുസംഘം ഉണ്ടാക്കി ആ കുറുസംഘത്തിനെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീവ്രവാദം അല്ലെങ്കിൽ മറ്റൊരു വിധ്വംസ പ്രവർത്തനം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോ NDF ആയാലും ശരി, അതിനുമ്പ് സെമി ആയാലും ഏതായാലും ശരി, നമ്മളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതിലിപ്പോ NDF ഇതുപോലെയായിരുന്നില്ലേ സാർ? അതെ, NDFനെ സംബന്ധിച്ചിടത്തോളം നാദാപുരത്താണ് ഉണ്ടായത്. നാദാപുരത്ത് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ മോഹൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി ഉണ്ടാവുന്നത്. കാരണം മോഹൻ നാദാപുരത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് NDF എന്ന് പറഞ്ഞുണ്ടായത്. ആ NDF ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ CPM വ്യാപകമായിട്ട് മുസ്ലിം പ്രമാണിമാരെ, അവരുടെ സ്വത്തുക്കളെ, അവരെ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ മറ്റ് രാഷ്ട്രീയമായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇവര് ഇതേമാതിരി ഒരു സംഘം ഉണ്ടാക്കുകയും അതിന് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പേര് കൊടുക്കുകയും ആ ഫോഴ്സ് നല്ല കാര്യങ്ങൾ ഇതേമാതിരി ഫിസിക്കൽ എക്സർസൈസ് അതൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ മോഹനൻ മാഷ് അവിടെ പ്രാദേശിക നേതാവായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അണികൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സംഘമാണ് NDF എന്ന് പറയുന്നത്. അപ്പൊ NDF എന്ന് പറയുന്നതിന്റെ ബീജാഭാവം മുതലുള്ള കാര്യങ്ങളും അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളും അദ്ദേഹം അവരെ പ്രതിരോധിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത പ്രവർത്തികളൊക്കെ നന്നായിട്ട് അറിയുന്നതും അവരുടെ പ്രവർത്തികൾ ഏതെങ്കിലും ദിശയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിവരം കിട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നേരിട്ടറിയാം. കാരണം ഞാൻ അവിടുത്തെ ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഈ മോഹൻ മാഷ് ഉൾപ്പെട്ട കേസുകൾ വരെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഈ CPM-ലെ ഏറ്റവും കൂടുതൽ ഇവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിനുണ്ടായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ആശങ്കയാണ് അദ്ദേഹത്തിനെ മിക്കവാറും ഇങ്ങനെ ഒരു പ്രസംഗത്തിലേക്ക് നയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് എന്തായാലും ശരി, ഇത് മുമ്പ് ഇത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ആളുകളെ ആകർഷിച്ചതിന് ശേഷം ഇത് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള പോലീസിന്റെ ഇടപെടൽ വരുന്ന ഏതാന്ന് പറഞ്ഞാൽ അറ്റാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണത്തിനോ അല്ലെങ്കിൽ ഡിഫൻസീവ് അല്ല പ്രതിരോധത്തിനോ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് അറ്റാക്കിനും അല്ല പ്രതിരോധത്തിനും അല്ല എന്നുള്ള രീതിയിൽ
വെറും ശാരീരികമായ ക്ഷമതയ്ക്ക് വേണ്ടിയിട്ടാണ് എക്സർസൈസ് എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് മാറ്റി ആളുകളെ ആകർഷിക്കുകയും ആകർഷിച്ചതിന് ശേഷം അവരെ കൂട്ടായ്മ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പറ്റുന്ന ആളുകളെ മാറ്റിക്കൊണ്ടുവന്ന പഴയ ആ സിസ്റ്റത്തിലേക്ക് പോയി കൂടായില്ല എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ആ മുസ്ലിം സംഘടനകൾ തന്നെ ഇതിനെതിരെ ആദ്യം ജാഗരൂകരായതും അവർ അഭിപ്രായ പ്രകടനം നടത്തിയതും. എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള ഇതൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്, കാരണം ഒരു വിഭാഗത്തിനെ കൂടുതൽ ആളുകളെ, മറ്റു വിഭാഗക്കാരൊക്കെ ഉണ്ട്, മറ്റു മതസ്ഥരൊക്കെ ഇതിനകത്ത് കുറെ ആളുകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ഏത് വിഭാഗത്തിനെയാണ് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഇപ്പൊ മനസ്സിലാവും. അതിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് ഇത് മാറ്റപ്പെടാനുള്ള സാഹചര്യം അത് മുമ്പത്തെ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘടനകളൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഇത് പരസ്യമായിട്ട് എതിർക്കപ്പെടാത്ത, നിയമത്തിന്റെ മുന്നിൽ ന്യായീകരിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് തുടങ്ങുകയും പരമാവധി മോഹനൻ മാസ്റ്റർ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞല്ലോ. കാരണം PFIയിൽ പ്രവർത്തിച്ച ചിലരൊക്കെയാണ് ഇതിന്റെ തലപ്പത്തുള്ളത് എന്നുള്ള രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി അദ്ദേഹം സംശയിച്ചതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് അറിയാവുന്ന, കാരണം കുറെ ആളുകളെ എനിക്കും ഒരുപാട് ആളുകളെ, നേരത്തെയുള്ള ആളുകളെ മിക്കവാറും ഒരു നല്ല വിഭാഗത്തിന് അവരുടെ പ്രധാനപ്പെട്ട ഇപ്പം ജയിലിലുള്ള പ്രധാനപ്പെട്ട അവരുടെ സ്റ്റേറ്റ് നേതാക്കന്മാരെയൊക്കെ ഞാൻ പല സംഭവത്തിൽ ചോദ്യം ചെയ്യുകയും മറ്റേതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അന്നത്തെ സമുന്നതരായ സംസ്ഥാന നേതാക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളത്, പ്രത്യേകിച്ച് അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാദാപുരത്ത് ഈ NDF ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, 2 കൊലപാതകങ്ങൾ നടത്തുന്നത്, കുറെ അധികം ആളുകളെ മറ്റു രീതി ശാരീരികമായി ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. അത് ഇവർക്ക് 2 പാർട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ അറിയുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയ ആളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇതിനകത്ത് വളരെ ജാഗരൂകനാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാക്കിയുള്ള പ്രദേശത്തൊന്നും ഇവരെ സംബന്ധിച്ചുള്ള കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അവിടെ ആ ഏരിയയിലാണ് ഇത് കാര്യമായിട്ട് ബാധിച്ചത്. നമുക്കറിയാം, ഒരു ബിനു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊലപാതകത്തിന് ശേഷം 42 ദിവസം അവിടെ കർഫ്യൂവായിരുന്നു. കേരളത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. 42 ദിവസം കഴിയുന്നതാണ് സമാധാന ജീവിതം അവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലില്ല. അത് ഈ പ്രദേശത്താണ്. അതിനകത്തിൽ പെട്ടിരുന്ന ആളാരാണ്? NDF പ്രവർത്തകരാണ്. ഞാൻ അന്വേഷിച്ച കേസാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമത്. അതിന് ശേഷം, ആ സംഭവങ്ങൾക്ക് ശേഷം അവിടുത്തെ പ്രതികളെയൊക്കെ പിടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പടിപടിയായിട്ട് അത് കുറഞ്ഞു വന്നു എന്നല്ലാതെ, പക്ഷെ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു. ആ സ്പ്രെഡ് ചെയ്ത് പോയതോട് കൂടിയിട്ടാണ് അതിന്റെ പേരൊക്കെ മാറിയിട്ട് വരുന്നത്. എന്നാലും കാതലായ പ്രവർത്തന രീതി മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഉണ്ട്. ഇതും ഇപ്പം സ്ലീപ്പിംഗ് സെൽസ് എന്നൊക്കെ നമ്മുടെ DGP മാരായ റിട്ടയർ ചെയ്തതിനു ശേഷം പറഞ്ഞു, അവിടെ ഇരിക്കുമ്പോൾ പറയാറില്ല അവര്. ചെയ്യുന്നതിനായിട്ടും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അത് പുറത്തിറങ്ങിയതിനു ശേഷം പറയുന്നത് അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്, അവിടെ ഇപ്പൊ നടക്കും എന്നൊക്കെ പറയുന്നത് ഒക്കെ ഒരു ഒരു ടക്കടിക്ക്, ഇനി നാളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയുന്ന വർത്താനമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് സതുദ്ദേശത്തോടു കൂടി തുടങ്ങിയതായിരിക്കും ചിലപ്പം ഈ സലാഹുദ്ദീനും ഒക്കെ തുടങ്ങിയത് ആദ്യത്തെ കൂട്ടായ്മ. പക്ഷെ അതിന് കഴിഞ്ഞതിന് ശേഷം ഈ പെട്ടെന്ന് തന്നെ, അതായത് ഏതാണ്ട് 10 വർഷത്തിന് ശേഷം ഇത് പെട്ടെന്ന് വ്യാപിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഇപ്പോഴല്ലല്ലോ ആരോഗ്യ പ്രശ്നം ഉണ്ട്, അതിന് പണ്ടേ ഉണ്ടല്ലോ ആരോഗ്യ പ്രശ്നം. പണ്ടത് പ്രാമുഖ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രചാരം കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പ്രചാരം കിട്ടുന്നു. ഈ പ്രചാരകരായിട്ട് വരുന്ന പ്രധാന ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനും മറ്റാളുകളും ഒക്കെ എന്ന് പറഞ്ഞ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ള മോഹന മാഷം പറഞ്ഞു. അത് ശരിയാണ്, അത് പോലീസിനും അറിയാവുന്ന കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള അറിയില്ല എന്ന് പറഞ്ഞതിനും ഞങ്ങളത് പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. പോലീസ് പരിശോധിക്കണം. പോലീസ് നിയമമായിട്ട് ഈ 73-ാം വകുപ്പിൽ പോലീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അതിനകത്തുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്, അതിന് ന്യൂനതകൾ എന്തെങ്കിലും അത് ഇതേമാതിരിയുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോന്ന് അനുദിനം ഇവരുടെ ട്രെയിനിങ് സമയത്ത് ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ പരിശോധിക്കുകയും മുമ്പ് തീവ്രവാദ ബന്ധമുള്ള ആളുകൾ ഇതിനകത്തിലേക്ക് വ്യാപകമായിട്ട് വരുന്നുണ്ട്, പ്രചാരകരാകുന്നുണ്ടെങ്കിൽ എന്തായാലും ശരി വളരെ കൂലങ്കഷമായിട്ട് അത് വീക്ഷിക്കുകയും അതിനെ സംബന്ധിച്ച് ഗൗരവതരമായിട്ട് റിപ്പോർട്ടുകളും അതിന്റെ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഇന്നത്തെ നിലയ്ക്ക് അനിവാര്യമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആട്ടൊക്കെ പലത് ഇപ്പൊ കുറെ കൂടി വ്യക്തമായല്ലോ. ഇപ്പൊ നോക്കൂ,
നമ്മൾ പി മോഹനൻ മാസ്റ്ററെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം സുഭാഷ് ബാബു സാർ ഇവിടെ അവതരിപ്പിച്ചു. നാദാപുരത്ത് NDF ഉദയം ചെയ്ത നാദാപുരത്തുകാരനാണ് മോഹനൻ മാസ്റ്റർ. അപ്പോൾ മോഹനൻ മാസ്റ്റർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എങ്ങനെ ഇത് രൂപം കൊണ്ടു, ഇനി ഇതിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് ധാരണയുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ പോലെ ഇതിനെ ഒരു വിശാലമായിട്ടുള്ള ക്യാൻവാസിൽ, വലിയൊരു ക്യാൻവാസിൽ നമ്മൾ നോക്കി കാണണം. ബംഗ്ലാദേശികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ബംഗാളികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടില്ല. അതിഥി തൊഴിലാളികൾ എന്ന് തന്നെ വിളിക്കണം എന്നാണല്ലോ അഡ്വക്കേറ്റ് ബലദേവ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു തലത്തിൽ കൂടി നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടതല്ലേ? ഇവിടെ ഈ മെക്സവൻ എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്താണ് നമ്മളൊക്കെ അറിയാൻ തുടങ്ങി. രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പോലും നമ്മൾ വളരെ വൈകിയാണ് അറിയും. വളരെ പെട്ടെന്ന് അവർക്കൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ആ പോപ്പുലാരിറ്റി ഇങ്ങനെയുള്ള സംഘടന കൊണ്ടാകുന്നതിന്റെ പിന്നിൽ ചില എതിർപ്പിന്റെ ഘടകങ്ങളുണ്ട്. ആരെയാണോ എതിർക്കുന്നത് അവർ പെട്ടെന്ന് വളരാറുണ്ട്. ചിലർ നശിച്ചു പോകും, ചിലർ പെട്ടെന്ന് വളർന്നു വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ശരിയാണ് കടപ്പുറത്തും മറ്റും പല മേഖലകളിലുമായിട്ട് രാവിലെയാണ് പ്രധാനമായിട്ട് ഇവർ എക്സർസൈസിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുഭാഷ് ബോസ് പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് ഞാനും അതിനെ കാണുന്നത്. കാരണം പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മാത്രമല്ല, ഒരു 10 പേര് ഒരു സ്ഥലത്തൂടെ പ്രകടനം നടത്തിയാൽ പോലും അത് അന്നേരം തന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം. നമ്മൾ പോലും അറിയുന്നില്ല. കിട്ടാ ഇവിടെ അഡ്വക്കേറ്റ് ബലദേവിന്റെ നേതൃത്വത്തിൽ തേവലക്കരയിൽ പ്രകടനം നടക്കുന്നു. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യണം. അതിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന പോലീസ് ഉള്ള ഒരു പ്രത്യേക വിങ്. അവർക്ക് അന്വേഷണമൊന്നും അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ടിന്റെ പുറത്ത് നടപടി എടുക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടൊന്നും എന്റെ കയ്യിലില്ല, നമ്മുടെ ആർക്കും എനിക്ക് അറിയത്തുമില്ല. അന്വേഷിച്ചിട്ടുണ്ടാവും. അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല റിപ്പോർട്ടും തുടക്കത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അതൊരു വർഗീയ സംഘടനയുടെ പരിവേഷമൊന്നും അതിന് കാണുന്നില്ല. അതിനല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കാണുന്നില്ല. അവർ ശരിക്കും ശാരീരികമായ എക്സർസൈസുകൾ ചെയ്യുന്നു. 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എക്സർസൈസ് ആണ് അവർ ചെയ്യുന്നത്. ആ എക്സർസൈസിന് ശേഷം അവർ പിരിഞ്ഞു പോകും. നമുക്കറിയാം ചിലയിടത്ത് അങ്ങനെയല്ല. ചില വർഗീയ സംഘടനകൾ അത് നടത്തുമ്പോൾ അവരുടെ മതപരമായ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കാറുണ്ട്. ആ അവരുടെ പ്രത്യേക ഉദ്ദേശം എന്താണോ അവർ തെരഞ്ഞെടുത്തത് പഠിപ്പിക്കാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അവരുടെ ശാരീരിക എക്സർസൈസ് 21 മിനിറ്റ് കഴിയുന്നു. അവർ പിറ്റേന്ന് കൂടേണ്ട സമയം കഴിഞ്ഞ് പിരിയുകയാണ്. അതിനുശേഷം അവരവിടെ പ്രസംഗങ്ങളോ മതപരമായ ഉദ്ദീപനങ്ങളോ ഒന്നും നടത്തത്തില്ല. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബലദേവ് ഒന്നിടപെട്ടോട്ടെ. ആ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഈ 7 ഇനം വ്യായാമ മുറകൾ നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ബലദേവ്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആരൊക്കെയാണ് അംഗങ്ങൾ അതും കൃത്യമായിട്ട് മോഹനൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാർ നേരത്തെ PFIയിൽ പ്രവർത്തിച്ചവരാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഇപ്പോൾ എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഉണ്ട്. നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. അല്ല, ഞാനത് പറഞ്ഞോട്ടെ, നേരത്തെ ഇന്ന പാർട്ടിക്കാരനാണെന്നുള്ളത് നമുക്ക് ആ ആംഗിളിൽ കാണാൻ പറ്റും. ഇപ്പൊ BJPയുടെ ഏറ്റവും വലിയ വക്താവായിരുന്നു സാന്ദീപ് ഇപ്പൊ കോൺഗ്രസിൽ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ കാണുന്ന കോൺഗ്രസ്സുകാരനായിട്ടാണ്. അല്ല, അതുപോലെയല്ലല്ലോ PFIയിൽ പ്രവർത്തിച്ച ഒരാൾ ഇങ്ങനെയൊരു കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ ആ ഒരു ലാഘവത്തോടെ കണ്ടാൽ മതിയോ? അദ്ദേഹം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് ഞാൻ അദ്ദേഹം ഞാൻ പറയട്ടെ. അപ്പൊ തീർച്ചയായിട്ടും അത് നേരത്തെ ഒരാൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 പേരുടെ പേര്. ഒന്ന് വനിതയുടെ പേര് ഞാൻ പറഞ്ഞു, ബ്രസീല ഷംസുദ്ദീൻ. അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. അതുപോലെ അറക്കൽ ബാബ അതിന്റെ പ്രധാനപ്പെട്ട ഒരു അംബാസഡറാണ്. ഇതിന്റെ സ്ഥാപകനാണ് സലാഹുദ്ദീൻ. അപ്പോൾ ഇതിനകത്തൊരു മുസ്ലിം ഡോമിനേഷൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ഡോമിനേഷൻ ഉള്ളത് കൊണ്ട് അതൊരു മുസ്ലിം വർഗീയ സംഘടനയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവർക്ക് അങ്ങനെ നമ്മൾ അതിനൊരു മുസ്ലിം വർഗീയ സംഘടനയായിട്ട് ഞങ്ങളും കാണുന്നില്ല, BJPക്കാരും കാണുന്നില്ല, ആരും കാണുന്നില്ല. അവരവരുടെ മതപരമായ കാര്യങ്ങൾ നിൽക്കുന്നു. പിന്നെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്തു, ബംഗ്ലാദേശുകാർ 1971 ആ സംഭവത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വിശേഷിച്ച് പശ്ചിമബംഗാൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ബംഗ്ലാദേശുകാർ ഇവിടെ വന്നു. അവർ പലരും തിരിച്ചു പോയിട്ടില്ല. അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയവരുണ്ട്. ഇപ്പൊ ഇന്ത്യൻ പൗരത്വം
കിട്ടാത്തവരുണ്ട്, ഇതൊന്നുമില്ലാതെ അനാഥരായി നിൽക്കുന്നവരുണ്ട്. ഇപ്പോഴപ്പം അവരെല്ലാരും ഇപ്പോൾ ബംഗ്ലാദേശിലെ സംഭവം നമുക്കറിയാം, ദൗർഭാഗ്യകരമാണ്. ഈ അടുത്ത സമയത്തുണ്ടായ സംഭവങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പലതരം പറ്റുന്നില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കൾ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല.